അല്ല, നേരത്തെ 3 സ്ഥലങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് തന്നെ 3 സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിനകത്ത് ഏറ്റവും പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ കൊടുത്തത്. കഴിഞ്ഞ ദിവസം MP's കോൺഫറൻസിൽ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും സൗകര്യമുള്ള ഒരു സെൻറ്ററാണ്, നല്ല സ്ഥലമുണ്ട്, ഒരു പിന്നെ മെഡിക്കൽ ഹെൽത്ത് രംഗത്തെ തന്നെ പല സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് നല്ല സ്ഥലമാണെന്ന് പൊതുവിലുള്ള കമ്മിറ്റി പരിശോധിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടോ അതിനു മുമ്പോ തരാതിരിക്കുന്നതിനുള്ള ന്യായം 10 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ ഈ ആവശ്യം. തരാതിരിക്കുന്നത് പൊളിറ്റിക്കലായിരിക്കും എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഏത് സ്ഥലം എന്നുള്ളതിനകത്ത് വലിയ തർക്കമൊന്നും കേരളത്തിലില്ല. ഇനിയിപ്പം ഓരോ സ്ഥലത്ത് വേണമെന്നുള്ളവർക്ക് അവിടെ കാണും. എനിക്കിപ്പം എൻ്റെ സ്ഥലത്ത് തന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹം കാണാം, വേറൊരാൾക്ക് അവിടെയുള്ള ആഗ്രഹം കാണാം. പക്ഷേ പൊതുവിൽ ഗവൺമെൻറ് ഒരു മാനദണ്ഡം എടുത്തിട്ട് അനൗൺസ് ചെയ്തതാണ്. അതിനകത്ത് കേരളം പോലൊരു സ്ഥലത്ത് എയിംസ് നേരത്തെ വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഡോക്ടർ വലിയത്താൻ്റെ വിയോഗം നമ്മുടെ കേരളം വേറെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ വലിയ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര, അവിടുത്തെ വാൽവ് ഡെവലപ്പ് ചെയ്തത്, ബ്ലഡ് ബാഗിൻ്റെ കാര്യം, ഇതുപോലെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളും ആരോഗ്യരംഗത്ത് വലിയ പാരമ്പര്യമുള്ള സ്ഥലത്ത്, കേരളം പോലൊരു സ്ഥലത്ത് ഇതുവരെ ഒരു എയിംസ് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്ത് ഉണ്ടാവേണ്ട വലിയ നേട്ടങ്ങൾ, ചികിത്സ മാത്രമല്ല വലിയ നേട്ടങ്ങൾക്ക് ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നതിനെ സഹായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിൽ എയിംസ് തരിക എന്നുള്ളത് വളരെ ന്യായമായൊരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റാത്തൊരു ബാധ്യതയൊന്നും അല്ലത്. കാരണം എത്ര സ്ഥലത്ത് ഇപ്പോൾ എയിംസ് കൊടുത്തിട്ടുണ്ട്. ഇല്ല, ഈ പിന്നെ മുൻഗണനയുടെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ അത് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു എന്നുള്ളത് ഗവൺമെൻറ് അത്രയും പ്രാധാന്യത്തോടുകൂടി കാണുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും നമുക്ക് നടത്തി തീർക്കാൻ ഇപ്പോഴത്തെ റിസോഴ്സസിൻ്റെ കാര്യത്തിനകത്ത് പ്രശ്നമുണ്ട്. അവിടെയാണ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ ചിലപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് അത്രയും ശ്രദ്ധിച്ചു കാണില്ല. 5 വർഷക്കാലം വളരെ ലാവിഷായിട്ട് എല്ലാവർക്കും ഫ്രീ കിറ്റ് കൊടുത്തു, പെൻഷൻ വർദ്ധിപ്പിച്ചു, എല്ലാം കൊടുത്തൊരു സമയത്ത് നമ്മൾ 1,20,000 കോടിയെ അന്ന് ശരാശരി ഒരു വർഷം ചിലവുണ്ടായിരുന്നുള്ളൂ. കാരണം എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുകയാണ്. ഈ ഗവൺമെൻറ് അതിൽ നിന്ന് 40,000 കോടി ഒരു വർഷം അധികം ചിലവാക്കി എന്നുള്ളത് ഇപ്പോൾ പറയുമ്പോഴായിരിക്കും സത്യം. വലിയൊരു ഇൻക്രീസ് അല്ലേ, ഒരു 30-35% ഇൻക്രീസ് അല്ലേ. എന്നിട്ടും നമുക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയേറെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. 600 രൂപയുള്ള പെൻഷൻ 1000 ആക്കി. അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അത് ലാസ്റ്റിൽ ഈ ഗവൺമെൻറ് വരുമ്പോൾ 1600 ആക്കി. ഒരു ചെറിയ നമ്പർ ആളുകൾക്കല്ല. ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് വലിയൊരു ഉത്തരവാദിത്വവും ബാധ്യതയാണ്. ഇതെല്ലാം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പണം നമ്മൾ കൊടുക്കുന്നു. നേരത്തെ 30 ലക്ഷത്തിൽ താഴെ ആൾക്ക് 600 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ് 62 ലക്ഷം പേർക്ക് 1600 ആക്കി കൊടുക്കുന്നത്. ഇതെല്ലാം വന്നപ്പം അത്രയേറെ അധിക ചിലവ് വരുന്നു. അതിനൊപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് രേഖകളിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്ന എക്സ്പെൻഡിച്ചർ, ഞാനീ പറഞ്ഞ 1,60,000 കോടി പോലും കിഫ്ബിയുടെ മൊത്തം എഫക്റ്റ് വരുന്നില്ല. കിഫ്ബി കുറച്ച് ഇതിന് അധികം വരും. കിഫ്ബിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനധികം വരും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധനം, നല്ല റോഡ്, നല്ല പാലം, ആശുപത്രികൾ, ഫാക്ടറികൾ, കെട്ടിടങ്ങളൊക്കെ വരിക എന്നുള്ളത്, നമ്മുടെ വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ, ഇതൊക്കെ വരിക എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ആവശ്യമാണ്. വിഴിഞ്ഞത്തിൻ്റെ ആകെ എക്സ്പെൻഡിച്ചർ ഇതിൽ വരത്തില്ല. അപ്പോൾ അത്രയും വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ കേന്ദ്രം തരാനുള്ളത് വലിയ തോതിൽ, നമുക്ക് അർഹമായത് വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് മുൻഗണന എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക് ആശുപത്രിയിലെ ചിലവ് ഇപ്പോൾ 540 കോടിയാണ് ബഡ്ജറ്റിൽ വെക്കുന്നത്. 1200 കോടി വരെയാണ് ഓരോ വർഷം ചിലവാക്കേണ്ടി വരുന്നത്. ബഡ്ജറ്റിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന് സാധാരണ ചെയ്യാൻ പറ്റുക. ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ പാസ്സാക്കിയ ബഡ്ജറ്റാണ്. 1000 കോടി രൂപയാണ് KSRTCക്ക് ബഡ്ജറ്റ്. 2400 കോടി വരെ ചിലവാക്കേണ്ടി വരിക. അപ്പോൾ ഈ 1000 കോടിക്ക് അപ്പുറത്ത് കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് വലിയ ലോജിക്കൊന്നുമില്ല. പക്ഷേ ആവശ്യമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർക്കണം. അപ്പോൾ ആശുപത്രിയിൽ 4000-5000 ഹൃദയ ചികിത്സയാണ്, ആൻജിയോപ്ലാസ്റ്റിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം ചെയ്യുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ 4000-5000 ആണ് ആൻജിയോപ്ലാസ്റ്റി. ഏഷ്യയിലെ ലോകത്തെ 3ാമത്തെ 4ാമത്തെ ചെയ്യുന്ന ആശുപത്രികൾ കേരളത്തിലാണ് ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ. അത്രയേറെയാണ്. അപ്പോൾ ആ ഡിമാൻഡ് വരുമ്പോൾ ചിലവാക്കേണ്ടി വരും. അതിന് കണ്ടെത്തണം പണം. വേറെ എവിടെ ഈ സംവിധാനം ഇല്ല. അതിന് പ്രയോറിറ്റിക്കകത്ത് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്ലാനിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കാനൊന്നും പറ്റില്ല. എന്നാൽ
ചില ഇരട്ടിപ്പോ അധികം ഇപ്പം തന്നെ പ്രിഫറൻസ് ഇല്ല, ഇപ്പം വേണ്ട അടുത്തത് മതി എന്നൊക്കെ പറയുന്നത് നോക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രിഫറൻസിൻ്റെ കാര്യത്തിൽ. ആ പ്രിഫറൻസിൻ്റെ കാര്യത്തിനകത്ത് മുൻപൊരിക്കലും ആലോചിക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. അപ്പം അത് വികസന കാര്യങ്ങൾ നടക്കും, എന്നാൽ അതിനകത്ത് പ്രിഫറൻസ് എന്ന് പറയുമ്പം ഏറ്റവും സാധാരണക്കാരുടെ ഇതുപോലുള്ള ആവശ്യങ്ങൾ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, പുതിയ തൊഴിലവസരങ്ങൾ, അത് പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. വലിയ തോതിലുള്ള പിന്നെ വെട്ടിക്കുറവൊന്നും വരുവാന്നല്ല ഇതിനർത്ഥം, പക്ഷെ ഒരു പ്രയോറിറ്റി ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ചിട്ട് നോക്കിയിട്ടില്ല. എൻ്റെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ചില മേഖലയിലെ ഫീസുകൾ അതൊന്നും വലിയ ഫീസ് വർദ്ധിപ്പിക്കാനില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് പാസ്സായതാണ് അസംബ്ലിയിൽ. നമ്മൾ സോളാറിൻ്റെ അത് ഒഴിവാക്കുകയും ചെയ്തു. സോളാറിൻ്റെ അന്ന് നമ്മൾ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ പ്രശ്നം വന്നിരുന്നു. സോളാറിന് നമ്മൾ മേടിക്കില്ല എന്ന് തീരുമാനിച്ചു. സോളാർ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ബില്ല് പാസ്സാക്കിയപ്പം സോളാർ ജനറേഷനിൽ ഒഴിവാക്കി. 1.2 പൈസ എന്നാ വന്നതെന്നറിയോ? 1963. വാസ്തവത്തിൽ ഓരോ ഘട്ടത്തിലും പരിഷ്കരിച്ചു പോകേണ്ടതാണ്. 1963 വന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിപ്പം അതിൽ നിന്ന് വലിയ തുക വരിക എന്നുള്ളതല്ല, പക്ഷെ ഒന്നുകിൽ നിങ്ങൾ അതങ്ങ് ഒഴിവാക്കണം, അല്ലെങ്കിൽ കാലോചിതമായിട്ട് ചെറിയ പരിഷ്കാരം വരുത്തണം. ഇപ്പോൾ കോടതിയിലെ തന്നെയും ഫാമിലി കോടതിയെല്ലാം വന്ന് നമ്മളതെല്ലാം ആ പറഞ്ഞ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെല്ലാം ചുരുക്കി കുറയ്ക്കുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ 2 രൂപ സ്റ്റാമ്പ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോഴും ഉണ്ട്. 2 രൂപ സ്റ്റാമ്പ് കിട്ടാനില്ല, അതുകൊണ്ട് 5 രൂപ സ്റ്റാമ്പോ 10 രൂപ സ്റ്റാമ്പ് ഒട്ടിക്കാൻ പറ്റൂ. 10-50 വർഷം മുമ്പാണ്. നമ്മൾ അതൊന്നും നെഗ്ലിജിബിൾ ആണല്ലോ. ഇത് ആകെ ഇപ്പം കോടതിയുടെ എല്ലാം കൂടെ വർദ്ധിപ്പിച്ച 1 കോടിയാണ് വരുന്നത്. ഈ പറഞ്ഞ 1,60,000 കോടി ചിലവാക്കുമ്പോൾ എനിക്ക് വേണം വിചാരിക്കാം ഈ 1 കോടി എന്തിനാണ് നോക്കുന്നത്. പക്ഷെ എല്ലാ വകുപ്പിലും ചെയ്യേണ്ടത് കാലോചിതമായി ചെയ്യണം. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ടല്ലോ. ഈ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിക്കുന്നതിന് ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളവും കാര്യങ്ങളില്ല. അപ്പം അങ്ങനെ കാലോചിതമായി പരിഷ്കരിക്കണം എന്നല്ലാതെ വലിയൊരു ഭീമമായ വർധനയും തുകയൊന്നും അതിൽ നിന്ന് കിട്ടില്ല. ഈ സിസ്റ്റം ഉള്ളപ്പം കാലോചിതമായി നോക്കുന്നേ ഉള്ളൂ അതിൻ്റെ കാര്യത്തിനകത്ത് വരിക. മിക്കവാറും ആശുപത്രികളിലൊക്കെ തന്നെ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അവരാണ് അതെടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആശുപത്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂസർ ഫീ. അപ്പം അങ്ങനത്തെ 100 കണക്കിന് ചെറിയ ഫീസുകളുള്ള സ്ഥലമുണ്ട്. അതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതൊന്നും വലിയ തുക അങ്ങ് വരുന്ന ബാധ്യത അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. എന്നാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കാലോചിതമായ സംവിധാനങ്ങൾ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്ലാനിൻ്റെ കാര്യത്തിൽ വിശദമായിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. എന്തായാലും പ്രിഫറൻസ് ഉള്ളതും ഏറ്റവും അത്യാവശ്യം നടക്കേണ്ടതായ ഒരു കാര്യത്തിലും നമുക്ക് കുറവ് വരുത്താൻ പറ്റില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണം വരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട്, അനാവശ്യ ചിലവുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, അർഹതയില്ലാതെ മേടിക്കുന്നുണ്ട്. ഇതൊക്കെ സമൂഹം ഒന്ന് ഇടപെട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. പലതും വരുന്നുണ്ടല്ലോ ചില വാർത്തകൾ. അപ്പോൾ അതൊന്നും ഒഴിവാക്കി ന്യായമായി കിട്ടേണ്ടവർക്ക് കിട്ടാനും നടക്കേണ്ടത് നടക്കാനുമുള്ള കാര്യങ്ങളുണ്ടാവും.